ഈ സമസ്ത എന്നും പറയുന്ന ഇതുപോലുള്ള സംഘടനകളൊന്നും എല്ലാ മുസ്ലിങ്ങളുടെയും വക്കാലത്തൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. നിങ്ങളെയും ഒരു മുസ്ലിങ്ങളുടെ വക്കാലത്ത് ഏൽപ്പിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ജസ്റ്റിസ് ആയിരുന്നു, അത് അംഗീകരിക്കുന്ന ബഹുമാനം നിലനിർത്തി പറയാണ്. ഇവിടെ ഒരു മുസ്ലിമിന്റെയും വക്കാലത്ത് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഏറെക്കുറെ കുറെങ്കിലൊക്കെ വക്കാലത്ത് പറയാൻ അവകാശമുള്ളത് അത് ഖാദറുസ്ഥാനായിരിക്കും. കാരണം ഒരു വലിയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളാണ്. അവർ ഈ സമുദായത്തിന് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ, വിദ്യാഭ്യാസപരമായ വിപ്ലവങ്ങൾ ഉണ്ടാക്കിയവരാണ്. ഇവിടെ പലരും ഫത്വ കമ്മിറ്റി ചെയർമാനാകുന്നത് ഈ അടുത്ത കാലത്താണ്. ഇപ്പൊ പല ജസ്റ്റിസുമാരുവേ ഈ ഇസ്ലാമിക ഫത്വ കമ്മിറ്റി ചെയർമാനായി ഇസ്ലാമിന്റെ ശബ്ദമായി മാറുന്നത് അവരൊക്കെ റിട്ടയർഡ് ആയതിനു ശേഷമാണ്. അതുവരെ പല ഇസ്ലാം വിരുദ്ധത പറഞ്ഞ ആളുകളാണ്. അവർക്ക് ഇപ്പൊ ഇസ്ലാമിന്റെ വലിയ മുഖമായിട്ട് വന്നിരിക്കുകയാണ്, വേദിയും സ്റ്റേജൊക്കെ കിട്ടിയവരെ. അപ്പൊ അവരൊക്കെ ഒരു മനസ്സിലാക്കുന്ന കാര്യമുണ്ട്, ഈ സമസ്തക്കും കാന്തവനും ഇപ്പോൾ മുസ്ലിംകാർക്കൊക്കെ ഇവിടെ മുസ്ലിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ പറയാൻ അവകാശമുള്ളത് അവർക്ക് തന്നെയാണ്. കാരണം സമുദായത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തവരാണ്. ഇവിടെ ചില ആളുകൾ അവരുടെ തൊഴിൽ കൊണ്ട്, അവരുടെ വരുമാനം കൊണ്ട്, അവരുടെ ജീവിത വ്യവഹാരം കൊണ്ട് സ്വന്തം കുടുംബം അവരെ കൂട്ടിയെന്നല്ലാതെ സമുദായത്തിന് വലിയ മെച്ചമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആരെ പഠിപ്പിച്ചു, ആരെ നന്നാക്കി, ആർക്ക് ജീവിതം കരുപിടിപ്പിച്ചു കൊടുത്തു? ഇവിടെ ഈ 90 വയസ്സുള്ള താടി നിരച്ച ആ വയോവൃദ്ധനായ മനുഷ്യൻ അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കിയെന്നേ. ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്തായി പോകുമെന്ന് അറിയാൻ വയ്യാതെ ഇരുട്ടിൽ ജീവിച്ച മനുഷ്യർക്ക് അവിടെ ഡോക്ടർമാരായവരുണ്ട്, എഞ്ചിനീയർമാരായവരുണ്ട്, ലക്ഷക്കണക്കിന് ശമ്പളം വിദേശത്തും സ്വദേശത്തും മേടിക്കുന്നവരുണ്ട്. അവർക്ക് ഇനി അങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയാതെ ആശങ്കപ്പെട്ടിരുന്ന മനുഷ്യർ അവരൊക്കെ ഇപ്പൊ വലിയ നിലയിലെത്തിയെന്നേ. അത് ഈ വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടാണ്, ഈ യാഥാസ്ഥികൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ മനുഷ്യന്റെ കഴിവുകൊണ്ടാണ്. എന്നാൽ തിരിച്ചു ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്കൊക്കെ പറയാനുണ്ടാകുക? എന്ത് ചെയ്തു സമുദായത്തിന് വേണ്ടി? സ്വന്തം കുടുംബം കരുപിടിപ്പിച്ചു എന്നുള്ളതല്ലാതെ സമുദായത്തിന് എന്ത് നേട്ടമാണ്? ഒരു മുട്ടുസൂചിയുടെ നേട്ടമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. എന്നിട്ട് സമസ്തക്ക് ഇവിടെ ആരെയും അക്കാലത്ത് പറയാൻ അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായം പറയാൻ ഉണ്ട് എങ്കിൽ സമസ്തയ്ക്കേ ഉള്ളൂ. ബഹുമാനപ്പെട്ട എ പി സ്ഥാനം മറ്റു പ്രസ്ഥാനങ്ങൾക്ക് സുന്നത്തമായതിന്റെ പ്രസ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അവകാശമില്ല. അതാദ്യം ഞാൻ പറയുന്നത്. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല, കാര്യമില്ല. അതിനകത്തൊക്കെ കുറെ കടൽക്കഴവന്മാർ കുറെ ഇരുന്നുകൊണ്ട് കുറെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും. അവരൊന്നും ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചോ ഇന്നത്തെ കാലത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും പറയുന്നത്. അതേ കടൽക്കഴവന്മാർ തന്നെയാണെന്ന്, വൃദ്ധന്മാർ തന്നെയാണ്, യാഥാസ്ഥികർ തന്നെ അംഗീകരിക്കുന്നു. എന്നാൽ ഈ യാഥാസ്ഥികർ അവരുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പഠിക്കൂ, അവരെന്തൊക്കെ മാറ്റം ഉണ്ടാക്കിയെന്ന് പഠിക്കൂ. അവരുണ്ടാക്കിയ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രത്തിലും ഈ വേഷവിധാനത്തിലും മാത്രമല്ല, അവർ ഒരുപാട് പേർക്ക് ജീവിതം നൽകി, ഒരുപാട് പേർക്ക് വിദ്യാഭ്യാസം നൽകി, ഒരുപാട് പേർക്ക് അവർ തമരായി മാറി. എന്നാൽ ഈ പറയപ്പെട്ട വിപ്ലവ സിംഹങ്ങളെ കൊണ്ട് എന്ത് ഗുണം നാടിൻ നാട്ടാർക്കുണ്ടായെന്ന? അവർക്ക് കിട്ടിയ ഉയർന്ന ശമ്പളം കൊണ്ട് അവരുടെ ജീവിതവും അവരുടെ ചുറ്റുപാടും ഒക്കെ കെട്ടിപ്പടുത്തുന്നില്ല. അതുകൊണ്ട് ഈ കടൽക്കഴവന്മാർ പറയുന്നത് കേൾക്കാൻ സമൂഹം കാതോർത്തി നിൽക്കുന്നു. അതിനാരും അസൂയപ്പെട്ട കാര്യമില്ല. ആ കടൽക്കഴവന്മാർ പറയുന്നത് കേൾക്കാൻ ജനലക്ഷങ്ങൾ ഉണ്ടെന്നേ, അവരത് കേട്ടുകൊണ്ടേയിരിക്കും. അവരൊന്നും ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ചോ ഇന്നത്തെ കാലത്തെക്കുറിച്ചോ ചിന്തിച്ചിട്ടല്ല ഇതൊന്നും പറയും. അതായത് ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായി ജീവിക്കണമെങ്കിൽ ഇതൊക്കെ വേണം. തുള്ളുക, ഒരു അങ്ങോട്ട് പോവുക, ഒരു ഇങ്ങോട്ട് പോവുക. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർക്ക് അവർക്ക് ത്രസിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഭാര്യമാരെയും കൂടി ഇങ്ങനെ ഇടകലത്തി വിടുമ്പോഴാണ് ഇന്നത്തെ യുഗത്തിന് പറ്റിയ ഏറ്റവും നല്ല യുഗപുരുഷന്മാരായി മാറുന്നത്. എന്തെല്ലാം കാട്ടിക്കൂട്ടണം ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ. സൗകര്യമില്ല എന്നുള്ളതാണ് അതിന്റെ മറുപടി. സൗകര്യമില്ല. ഞങ്ങളുടെ ഭാര്യമാരൊക്കെ അങ്ങനെ സ്വകാര്യത ഇഷ്ടപ്പെടുന്നവരാണ്. അവർ ആരോഗ്യദായകമായ ആക്ടിവിറ്റീസുകൾക്ക് വേണ്ടി സ്വന്തം ഇടം അവർ യൂസ് ചെയ്യുന്നുണ്ട്. പൊതുമധ്യത്തിൽ വന്ന് എല്ലാവരോടൊപ്പം തുള്ളാൻ അവർക്ക് താല്പര്യമില്ലെന്നേ. താല്പര്യമുള്ളത് തുള്ളിക്കോട്ടെ. ഇതിന്റെ ഇസ്ലാമിക മാനമാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി ഞങ്ങളുടെ ആധുനിക മനുഷ്യന്മാരാണെങ്കിൽ ഇങ്ങനെയൊക്കെ തുള്ളാൻ താല്പര്യമില്ല. ഈ പഴഞ്ചൻ സിദ്ധാന്തങ്ങളെ അനിബസൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മൗറിസ് ബുക്കായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ രാജാ രഘുടി ഇഷ്ടപ്പെട്ടത് ഈ പഴഞ്ച സിദ്ധാന്തങ്ങളാണ്. ഈ പഴഞ്ച സിദ്ധാന്തങ്ങൾ എടുത്ത് മാറ്റിയുള്ള പ്രശ്നം എന്താ അറിയാവാ? ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെയും എടുത്തു നോക്കിക്കോ. ദൂരവ്യാപകമായ നാശത്തിന്റെ കാരണം ഇങ്ങനെ കെട്ടഴിച്ച് പട്ടം പോലെ വിടാനാണ്. ഇതൊക്കെ അവസാനം ഇതിന്റെയൊക്കെ പരിസമാപ്തി നാശത്തിലേക്ക് പോകുള്ളൂ. ഇപ്പം സ്കൂളിൽ പണ്ട് പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം കൂടെ ഒരുമിച്ച് കൂടുന്നു. എന്തെല്ലാം അതിന്റെ പിന്നിൽ നാശങ്ങളുണ്ടായി, എന്തെല്ലാം അത് കാലേക്കൂട്ടി നമ്മളത് പറഞ്ഞു. ഇസ്ലാമിന്റെ അഭിപ്രായം പറഞ്ഞു. അങ്ങനെയുള്ള സമ്മിശ്ര സംഗമങ്ങളൊക്കെ നമുക്ക് അപകടം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ 6-ാം നൂറ്റാണ്ടുകാരും 5-ാം നൂറ്റാണ്ടുകാരൊക്കെയായി. ഇന്നെന്താ സംഭവിച്ചത്? ഇന്നെന്തൊക്കെ സംഭവിക്കും? എത്ര കുടുംബങ്ങൾ തകർന്നു, ഏതൊക്കെ ആളുകൾ പഴയകാലത്തെ പ്രണയം പുതുക്കുകയും പെണ്ണുങ്ങളെ കൊണ്ട് പോയില്ലേ? ഇതൊക്കെ എല്ലാത്തിനും ഒരു പരിമിതി നിശ്ചയിച്ച മതമാണ് ഇസ്ലാം. ആ പരിമിതി എന്തിനു വേണ്ടിയാ? മനുഷ്യന്റെ ശാശ്വതമായ സമാധാന ജീവിതത്തിന് വേണ്ടിയാ. അപ്പൊ കുറെ ആധുനിക മുഫ്തിമാർ വന്നിട്ട് അവരുടെ അഭിപ്രായം പറയാം. ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു? ഇസ്ലാം പലപ്പോഴും നിയമപരമായും അല്ലാതെയും നീതികേടുമൊക്കെ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ഇസ്ലാമിന്റെ പക്ഷത്തിൽ നിന്ന് സംസാരിക്കാൻ ആളില്ല. ഇപ്പൊ ചില ആളുകൾ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഒരു പള്ളി പ്രസിഡന്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വന്ന ആളാകുക ഒക്കെ നിങ്ങളുടെ കൈവച്ചോ. നിങ്ങളെ കേൾക്കുന്ന, നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളെ രസാവഹമായി ആസ്വദിക്കുന്ന ജനങ്ങളുണ്ടാവും. അവരോട് പറഞ്ഞാൽ അവർ അൽഹംദുലില്ലാ എന്ന് പറയും. പക്ഷേ ഈ പറയപ്പെട്ട കടൽക്കരവന്മാരുണ്ടാക്കിയ വിപ്ലവത്തിൽ നിന്ന് വിദ്യാഭ്യാസം ഉണ്ടായവർ, തിരിച്ചറിവുണ്ടായവർ, ജീവിക്കാൻ ജീവിതോപാധി ഉണ്ടായവർ, അതിനുള്ള വ്യവഹാരങ്ങൾ ഉണ്ടാക്കി തന്നവർ, അവരോട് എന്നും കടപ്പാടാണ്. കാരണം ഇസ്സത്തുള്ള അന്തസ്സുള്ള ഒരു ജീവിതം കെട്ടിപ്പടുത്തുന്നവരോട് എന്നും അവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമാണ്. കാരണം കൊണ്ടറിയാം, അവർ പറയുന്ന അവരുടെ വ്യക്തിഗത അഭിപ്രായങ്ങളല്ല, പരിശുദ്ധമായ ഇസ്ലാമിന്റെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉലമാഇനോടൊപ്പം ചേർന്ന് നിൽക്കാനും അവരുടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമാണ്. അതുകൊണ്ട് കടൽക്കഴവനെന്നോ വൃദ്ധനെന്നോ യാഥാസ്ഥികരാണ് സമസ്തയുടെ ഉലമാക്കളെന്നോ ഒക്കെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഈ വിളിക്കുന്ന വിളിയിൽ നിങ്ങളോളം ചേർന്ന് നിൽക്കുന്നവർ പോലും ഇതൊന്നും അംഗീകരിക്കത്തില്ല. ഇതൊക്കെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിയും. നിങ്ങൾ ഓർക്കുക, ഇതിന്റെയൊക്കെ പരിസമാപ്തി നാശത്തിലേക്ക് പോകുമെന്നുള്ളത് തീർച്ചയായും.